സോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോർ ലോപ്പർ. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഏറ്റവും പുതിയ ഇന്നോവ ഹൈക്രോസ് ആണ്. അപ്പോൾ ഹൈക്രോസിൻ്റെ ഒരു വളരെ ഷോർട്ടായിട്ടുള്ളൊരു റിവ്യൂ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ നമുക്കിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ LED ഹെഡ് ലാംപ്സ് കാണാം. അതുപോലെ തന്നെ താഴെ ഒരു ഫോഗ് ലാമ്പ് അല്ല, ചെറിയൊരു DRL കൊടുത്തിട്ടുണ്ട്, അതിനെ ഇൻഡിക്കേറ്റർ ആയിട്ട് മാറുന്നത്. പിന്നെ ഫോഗ് ലാംപ്സ് ഇവിടത്തേക്ക് മാറിയിട്ടുണ്ട്. പിന്നെ താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് ഡിസൈൻ കൊടുത്തിട്ട് കാണാം. അതുപോലെ ഗ്രില്ലൊക്കെ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഗ്രില്ലൊരു മാസീവ് ഗ്രില്ലായിട്ടുണ്ട്. പിന്നെ സെൻറ്ററിലേക്ക് നമുക്ക് അതിൻ്റെ ലോഗോ കാണാൻ പറ്റും, ടൊയോട്ടയുടെ. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് സൈഡ് പ്രൊഫൈലിൽ വരുമ്പോൾ നല്ലൊരു വലിയൊരു വീൽസ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഡയമണ്ട് കട്ട് ലുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഹൈബ്രിഡിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. അതുതന്നെ ഇവിടെ ഒരു ക്രോം സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്നത് മിററിൻ്റെ ക്യാമറയാണ്, 360 ക്യാമറയിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്, ഇൻഡിക്കേറ്റർ കാണാം. അപ്പോൾ സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും കുറച്ചൊരു മാസീവായിട്ട് കുറച്ചൊരു ഹ്യൂജ് ആയിട്ടുണ്ട് വണ്ടി. പിന്നെ എന്താ പറയുക, ഈ സി പില്ലറൊക്കെ കുറച്ചൊരു തടിച്ച് നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മുകളിൽ ഇന്നോവേൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ഇതൊക്കെ നമുക്കൊരു ആക്സസറീസ് പാക്കിൽ വന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ക്രോം പാക്കിംഗ് ഒക്കെ ഈ കാണുന്നതൊക്കെ അഡീഷണൽ എക്സ്ട്രാ ഫിറ്റിങ്സ് ആണ്. അതും ടൊയോട്ട തന്നെ ചെയ്തു വരുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടെയിൽ ലാമ്പ് കാണാൻ പറ്റും. ടെയിൽ ലാമ്പ് LED ആണ് ഇത്. ബാക്കി ഇത് രണ്ടും ഹാലജനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ ഇന്നോവ ഹൈക്രോസിൻ്റെ ബാഡ്ജിങ് കാണാൻ പറ്റും. ബാക്കിൽ ഡീഫോഗറും വൈപ്പറും കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലറും അതുപോലെ തന്നെ അവിടെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ താഴേക്ക് വരുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഒരു ക്രോം സ്ട്രിപ്പ് കാണാം. അതുപോലെ തന്നെ താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് പോലത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ ഹൈബ്രിഡ് ZX എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഉള്ളിലേക്ക് കാണിച്ചു തരാം. ഞാനൊന്ന് വണ്ടി ഓൺ ചെയ്ത് കാണിച്ചു തരാം. ബ്രേക്ക് പ്രസ് ചെയ്യുക, കൊടുക്കാം. അപ്പോൾ സീറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മീറ്ററിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഈ RPM മീറ്ററിന് പകരം ഓഫ് ചാർജ് ഇക്കോ പവർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചാർജിങ്ങിലേക്ക് വരുന്ന സമയത്ത് ബാറ്ററി നമ്മൾ എഞ്ചിൻ പവർ കൊണ്ട് ചാർജ് ആവും. ഇക്കോയിലിട്ട് ഓടിക്കുമ്പോൾ ഒബ്വിയസ്ലി ഇക്കോ മോഡായിട്ടാണ് പോവുക. പിന്നെ റൈറ്റ് സൈഡിൽ ഫ്യൂൽ മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ തന്നെ ടെമ്പറേച്ചർ മീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. പിന്നെ ബാഗ് അടിച്ചാൽ നമുക്ക് കാണിച്ചു തരാം ഓരോന്ന്. ഡിസ്റ്റൻസ് MT, പിന്നെ ഫ്യൂൽ എക്കോണമി, പിന്നെ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സ് അതിൽ കാണാൻ പറ്റും. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ വണ്ടിയിൽ. എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, അത് അതിന് തന്നെ വേറെ വീഡിയോ എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം എല്ലാം നല്ല നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നല്ല ഫ്ലൂയിഡിക്കാണ്, നല്ല റെസ്പോൺസ് ഉണ്ട്, ഇല്ല ലാഗൊന്നുമില്ല. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളെ AC കൺട്രോൾസ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ CVT ഗിയർ ബോക്സിൻ്റെ ലിവർ കാണാം. ഇവിടെ AC കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. AC കൺട്രോൾസിൻ്റെ ഇവിടെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹസാർഡ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വയർലെസ് പാഡ് കാണാം, വയർലെസ് ചാർജിങ് പാഡ്. അതുപോലെ ഇവിടെ തന്നെ ഒരു ചാർജിങ്ങിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, പെട്ടെന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അത് ബാറ്ററി പവർ കുറവായതുകൊണ്ട് മാത്രം എഞ്ചിൻ സ്റ്റാർട്ട് ആയത്. അപ്പോൾ ബൈ ദ വേ ഈ വണ്ടിക്ക് ഇതിപ്പോൾ ടോപ്പ് മോഡലല്ല, ടോപ്പിൻ്റെ തൊട്ട് താഴത്തെ മോഡലാണ്. ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് ADAS ഫീച്ചേഴ്സ് വരും. ഇതിപ്പോൾ ADAS ഇല്ല, ADASൻ്റെ തൊട്ട് താഴത്തെ ഫീച്ചേഴ്സ്, അതായത് ADAS ഒഴികെ ബാക്കി എല്ലാ ഫുൾ ഓപ്ഷനുള്ള വണ്ടിയാണ് ഈ കാണുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗിലേക്ക് വരുമ്പം പിന്നെ ഇവിടെ സ്വിച്ച് ഓഡിയോ കൺട്രോൾസ് കാണാം. ഇപ്പുറത്ത് ബാക്കി ക്രൂസ് കൺട്രോൾ, ബാക്കി മോഡും കാണാം. ബൈ ദ വേ ഇത് പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഡ്രൈവ് സ്പോട്ടിലേക്ക് ഇട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പാഡൽ ഷിഫ്റ്റ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ബാക്കി വൈപ്പർ കൺട്രോൾസും ലൈറ്റ് കൺട്രോൾസൊക്കെ ഉള്ളത്. പിന്നെ AC vents ഒക്കെ നല്ല ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രൗൺ ഇൻറ്റീരിയർ, ബ്രൗൺ ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. ആ ബ്രൗൺ ഫിനിഷിംഗ് ആണ് ഇവിടെയൊക്കെ വന്നിട്ടുള്ളത്. അതൊക്കെ ഒരു നല്ല സോഫ്റ്റ് ടച്ച് ആണ്. ഇവിടെ മാത്രം ഒരു ഹാർഡ് മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയുള്ളത്. പിന്നെ ഇവിടെ ഒരു എയർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സാണ് വരുന്നത്. പിന്നെ ഹെഡ് റെസ്റ്റ് ഒക്കെ കൊള്ളാം. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ സെൻട്രൽ മുകളത്തെ കൺസോൾ വരുന്നത്. ഈ കൺസോളിൽ നമുക്ക് സൺറൂഫൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വലിയൊരു പാനോറാമിക് സൺറൂഫ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ ഒരു ക്യാപ്റ്റൻ സീറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നല്ല ആംറസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, താഴെ ഒരു ഹമ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അടിപൊളി നല്ല ലെഗ് സ്പേസ് വരുന്നുണ്ട്. ഞാൻ കയറി ഇരുന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ഏറ്റവും ബാക്കിലോട്ട് ഇട്ടിട്ടുള്ളത്. ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, ഇഷ്ടം പോലെ. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ എത്ര പിടിക്കുന്ന എനിക്ക് അറിയാൻ പാടില്ല, പക്ഷേ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഫുട്ബോൾ കളിക്കേണ്ട സ്ഥലമുണ്ടെന്ന് പറയാം. അപ്പം ഇവിടെയാണ് ഇതിൻ്റെ റിയർ AC കൺട്രോൾസ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതിപ്പുറത്തുണ്ട് മാക്സിമം പോക്കറ്റ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സൺറൂഫ്. പിന്നെ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, അതിലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ AC vents കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഗ്രാബ് റെയിലും അതുപോലെ തന്നെ ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ തേർഡ് റോ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു AC വെൻറ്റും ഒരു ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട്. തേർഡ് റോ ഓക്കെ, കുഴപ്പമില്ല, എന്നാലും ചെറിയ ആൾക്കാർക്ക് മാത്രം ഇരിക്കാൻ പറ്റും. അത് കുട്ടികൾക്ക് വേണ്ടിയാണ് മാത്രം റെക്കമെൻഡ് ചെയ്യുന്നത്. അവിടെയും നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ തന്നെയാണ്. പിന്നെ മുകളിൽ തേർഡ് സെൻറ്റർ ഒക്യുപ്പൻറ്റിന് വേണ്ടിയിട്ട് അവിടെ ഒരു സീറ്റ് ബെൽറ്റ് കൊടുത്തിട്ട് കാണാൻ പറ്റും.
അവിടെ തന്നെ ഒരു ലൈറ്റും കാണാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതൊക്കെ തന്നെ പറയാനുള്ളത്. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് കാണാം. സോ ഗൈസ് നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം. പവർ ടെയിൽ ഗേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പണി എടുക്കണ്ട. പിന്നെ ഇവിടെ ബൂട്ട് സ്പേസ് കുഴപ്പമില്ല. ഈ ഒരു തേർഡ് റോ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത്ര മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഈ സീറ്റ്സൊക്കെ താത്തിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടും. അപ്പോൾ ഞാൻ താത്തുന്നില്ല. ഇതിപ്പോൾ ഒരു ലെവൽ ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് തേർഡ് റോ സീറ്റ് നമുക്ക് റിക്ലൈനബിൾ ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ ലോക്കായി. പിന്നെ ഇവിടെ നമ്മൾ പൊക്കിയാൽ കുറച്ചുകൂടി താത്താൻ പറ്റും. അപ്പോൾ ഇത്ര റിക്ലൈനബിൾ ആണ് ഈ ബാക്ക് സീറ്റ്. അപ്പോൾ ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് കാണാൻ പറ്റും. അത് നമ്മളെ ഇവിടുത്തെ ഈ ഹെഡ് റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ JBLൻ്റെ സ്പീക്കറിൻ്റെ മാർക്കിംഗ് കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊരു JBLൻ്റെ സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത്. അത് ഇവിടെയാണ് ഇതിൻ്റെ സബ് വൂഫർ വരുന്നത്. അടിപൊളി ഓഡിയോ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അടിപൊളി ഓഡിയോ എക്സ്പീരിയൻസ് ആണ്. പാട്ടൊക്കെ വെച്ച് എൻ്റെ മോനെ എന്നാ വൈബ് എന്നറിയാം വണ്ടിയിൽ പാട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൂട്ട് സ്പേസ് ഇങ്ങനെയാണുള്ളത്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് കാണാൻ പറ്റും. നമുക്ക് ഇത് ടെയിൽ ഗേറ്റ് നമുക്ക് അടക്കാൻ പറ്റും. പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പവർ ടെയിൽ ഗേറ്റാണ് വരുന്നത്. അപ്പോൾ സാനിൻ്റെ എഞ്ചിൻ സ്പെക്കിലേക്ക് വരാം. ഇതൊരു 2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ബാറ്ററിയും കൂടി കണക്ട് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഇതിനൊരു 190 bhp വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ മൈലേജ് ഇല്ല എന്നുള്ളൊരു ധാരണ വേണ്ട. കാരണം ഇതൊരു ഹൈബ്രിഡ് ബാറ്ററിയാണ്. അപ്പോൾ ഹൈബ്രിഡ് മോട്ടറാണ്. അവിടെ ഒരു മോട്ടറിൻ്റെ വയറിനെ കാണാൻ പറ്റും. അപ്പോൾ ഈ 2 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒരു 190 bhp പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിൽ പവർ ഉണ്ടെങ്കിൽ ബാറ്ററിയിൽ മാത്രം ഓടും ആദ്യം. പിന്നെ നമുക്ക് പവർ ആവശ്യമുള്ള സമയത്ത് മാത്രമേ എഞ്ചിൻ സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ അത്രയും നമുക്ക് മൈലേജ് എടുക്കാൻ പറ്റും ഈ എഞ്ചിൻ നിന്ന്. അപ്പോൾ ഈ വണ്ടി 190 bhp ഉണ്ടെങ്കിലും ഒരു സാധാരണ ഒരു 200 bhp ഉള്ള ഒരു വണ്ടിയുടെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഈ വണ്ടിക്ക് ഇല്ല. കാരണം ഇതൊരു പാവപ്പെട്ട ഒരു മയപ്പെട്ട ഒരു 190 bhp ആണ്. കാരണം അത്രയും ഇതിൻ്റെ പേർപ്പസ് തന്നെ നമുക്ക് മൈലേജ് കിട്ടാന്നുള്ള ആയതുകൊണ്ട് തന്നെ അങ്ങനെ ട്യൂൺ ചെയ്തിട്ടുള്ളത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. സെറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 18 ഇഞ്ചിൻ്റെ വീൽസാണ് വരുന്നത്. അത് നല്ല ലുക്കായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് 18 ഇഞ്ച് ഉണ്ടെങ്കിലും ഈ വണ്ടിയുടെ ബോഡി പ്രൊപ്പോർഷനായിട്ട് അത് സെറ്റായി വരുന്നില്ല. എന്താണെന്നറിയില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വീൽസൊക്കെ നമ്മളെടുത്ത് പേഴ്സണലായിട്ട് നോക്കുമ്പോൾ വലിയ ബിഗ്ഗറായിട്ടുള്ള വീൽസ് തന്നെ. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ഇതായിട്ട് പ്രൊപ്പോർഷൻ മാച്ച് ആവുന്നില്ല. അറിയില്ല. മൈലേജ് ആണല്ലോ ഇവരെ മെയിനായിട്ടുള്ള ഇത്. അപ്പോൾ ടാർഗറ്റ് മൈലേജ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഒരു ടൈപ്പിലേക്കായിരിക്കും ഇത് മാറ്റിയിട്ടുണ്ടാവുക, പറയാൻ പറ്റില്ല. പിന്നെ ബാക്കെല്ലാം കാണാൻ നല്ല ലുക്കുണ്ട്. പിന്നെ എവിടെയൊക്കെ ഒരു നിസാൻ പാട്രോളും കുറേ ലാൻഡ് ക്രൂസറൊക്കെ വൈബ്സ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അടിക്കുന്നുണ്ടോ അറിയില്ല. അപ്പോൾ അതൊക്കെ തന്നെ പറയാനുള്ളത്. പിന്നെ മുകളിൽ വരുമ്പോൾ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാൻ പറ്റും. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ കുറച്ചൊന്ന് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് എയറോഡൈനാമിക് ലുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് സൺറൂഫ് കാണാൻ പറ്റും. പൈനോറാമിക് സൺറൂഫാണ് വരുന്നത്. ഞാൻ ഉള്ളിൽ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല റിവ്യൂ. കാരണം നമ്മൾ നിങ്ങൾ ഒരുപാട് റിവ്യൂസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ വണ്ടി കിട്ടിയ സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വണ്ടിയുടെ വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ.